നമസ്കാരം. വാട്സാപ്പിലുള്ള രണ്ട് കിടിലൻ ഫീച്ചേഴ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പ്രധാനപ്പെട്ട രണ്ട് ടിപ്സാണ്. ഒന്ന്, നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ വാട്സാപ്പിൽ ഒരു സ്റ്റിക്കറായിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നാം ചെയ്യേണ്ടത് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ആ ഫോട്ടോ ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് അതിൻ്റെ റൗണ്ടായിട്ട് ചെറിയൊരു ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പി, അതുപോലെ തന്നെ രണ്ട് ഓപ്ഷൻ കാണാം, ഷെയർ, കോപ്പി. അതിൽ കോപ്പി സെലക്ട് ചെയ്യുക. കോപ്പി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഏത് നമ്പറിലേക്കാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ നമ്പറിൽ സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് തന്നെ അത് ലോഡായി നല്ലൊരു സ്റ്റിക്കറായി ഈ കാണുന്ന രൂപത്തിലേക്ക് നമുക്ക് വാട്സാപ്പിൽ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റിക്കറാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. ഈ സ്റ്റിക്കറിനെ നമ്മൾ ഇതിലേക്ക് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ സ്റ്റിക്കർ നേരെ അവിടെ നിന്ന് തന്നെ ഈ ഇത്ര പണിയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ഒരു ഫീച്ചർ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അടിപൊളിയായിട്ടുള്ള സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ധാരാളം എഡിറ്റിങ്ങൾ വരുത്താറുണ്ട്. സ്റ്റിക്കേഴ്സായിട്ടും അതുപോലെ തന്നെ എഴുത്തായിട്ടും നമ്മൾ കൈകൊണ്ട് എഴുതുന്നത്, അതുപോലെ ലെറ്ററിലുള്ള ക്യാപ്ഷൻസ്, അതുപോലെ തന്നെ എഡിറ്റിങ്, അതുപോലെ കളറിലുള്ള മാറ്റം വരുത്തുന്നത്, സ്റ്റിക്കറുകൾ, പല ഓപ്ഷൻസ് നമ്മളിൽ മാറ്റം വരുത്താറുണ്ട്. എന്നാൽ വാട്സാപ്പിൽ ഇത്തരം ഒരു ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. വാട്സാപ്പിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതി അത് സ്റ്റാറ്റസ് ആക്കി വെക്കാം എന്നല്ലാതെ മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ അപ്ഡേഷനിൽ വാട്സാപ്പിലെ സ്റ്റാറ്റസിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന അതേ ഓപ്ഷൻസൊക്കെ, ധാരാളം സ്റ്റിക്കറുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ധാരാളം സ്റ്റിക്കറുകൾ, അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷന്, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷന്, കളർ മാറ്റാനുള്ള ഓപ്ഷന്, അതുപോലെ തന്നെ നമുക്ക് ഈ പെൻ മാർക്ക് ഉപയോഗിച്ച് നമുക്ക് എഴുതാനുള്ള ഓപ്ഷന്, അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാനുള്ള, ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റാറ്റസ് നമുക്കിനി വാട്സാപ്പിലും പോസ്റ്റ് ചെയ്യാം. അതിന് ഈ കാണുന്ന രീതിയിൽ ചെയ്താൽ മാത്രം. അപ്പോൾ ഈ രണ്ട് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.